ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷൻ അഥവാ BBC-ക്കെതിരെ $10 ബില്യൺ മാനനഷ്ട കേസ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫയൽ ചെയ്തു എന്ന വാർത്ത വരുന്നു. 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംപ്രേഷണം ചെയ്ത പനോരമ എന്ന ഡോക്യുമെന്ററിയിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കാൻ ശ്രമിച്ചെന്നും ഈ ഹർജിയിൽ പറയുന്നു. അമേരിക്കയിലെ ന്യൂ ജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കര കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. മധു, ഗുഡ് മോർണിംഗ്. മധു, ഡൊണാൾഡ് ട്രംപ് BBC-യെ മര്യാദ പഠിപ്പിക്കാൻ തീരുമാനിച്ചോ? ഗുഡ് മോർണിംഗ് SKN. BBC മാത്രമല്ല, അത്യാവശ്യം ന്യൂയോർക്ക് ടൈംസ്, CNN, ABC ന്യൂസ്, CBS ന്യൂസ് ഇവർക്കൊക്കെ എതിരെ കേസ് കൊടുത്തു. ഇതിൽ നിന്ന് അത്യാവശ്യം കുറച്ച് ഒത്തുതീർപ്പിലൂടെയൊക്കെ പണം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഏതാണ്ട് 100 കോടിയിലധികമാണ് CBS ന്യൂസുമായിട്ടുള്ള കേസ് ഒത്തുതീർന്നത്. ഇപ്പോൾ BBC-ക്കെതിരെ $10 ബില്യൺ, അതായത് ഏകദേശം 84,000 കോടി രൂപയുടെ മാനനഷ്ട കേസാണ് ഡൊണാൾഡ് ട്രംപ് ഫയൽ ചെയ്തിരിക്കുന്നത്. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് BBC സംപ്രേഷണം ചെയ്ത ഒരു പനോരമ എന്ന് പറഞ്ഞ ഒരു ഡോക്യുമെന്ററി ഉണ്ടായിരുന്നു. അതിലൂടെ തന്നെ അപകീർത്തിപ്പെടുത്തിയെന്നാണ് പ്രധാന പരാതി. അതുപോലെ തെരഞ്ഞെടുപ്പ് ഫലം, 2024 പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പ് ഫലം അട്ടിമറിക്കുവാൻ BBC ഇതിലൂടെ ശ്രമിച്ചു എന്നും ആരോപിച്ചിട്ടുണ്ട്. മയാമിയിലെ ഫെഡറൽ കോടതിയിലാണ് ഇപ്പോൾ ഈ ഹർജി നൽകിയിരിക്കുന്നത്. 2021 ജനുവരി 6 നടന്ന, എല്ലാവർക്കും അറിയാം, US ക്യാപിറ്റൽ കലാപം, അതിന് തൊട്ടു മുമ്പ് വൈറ്റ് ഹൗസിന്റെ പുറത്ത് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പ്രസംഗം BBC എഡിറ്റ് ചെയ്തിരുന്നു. ട്രംപ് തന്റെ അണികളോട് US ക്യാപിറ്റൽ ഹില്ലിലേക്ക് ആക്രമണം നടത്തുവാൻ ആഹ്വാനം ചെയ്തു എന്നുള്ള രീതിയിൽ ഈ ഡോക്യുമെന്ററി എഡിറ്റ് ചെയ്തെന്നാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന ഈ പരാതിയിൽ പറയുന്നത്. ട്രംപ് എ സെക്കൻഡ് ചാൻസ് എന്ന പേരിലായിരുന്നു BBC അന്ന് ഈ പരിപാടി സംപ്രേഷണം ചെയ്തത്. അതിൽ ഇവർ പറഞ്ഞിരിക്കുന്നത്, വി ആർ ഗോയിങ് ടു വാക്ക് ഡൗൺ ടു ദ ക്യാപിറ്റൽ ഹിൽ ആൻഡ് വി ഫൈറ്റ് ലൈക്ക് ഹെൽ എന്നിങ്ങനെ താൻ പ്രസംഗിച്ചതായിട്ട് ഡോക്യുമെന്ററി കാണിക്കുന്നുണ്ടെന്നും, എന്നാൽ ഈ വരികൾ അങ്ങനെ ആവർത്തിച്ച് പറഞ്ഞതല്ല, ഇത് പിന്നീട് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ട്രംപ് ഈ പരാതിയിൽ പറയുന്നത്. ഈ എഡിറ്റിംഗ് പിഴവ് ഗുരുതരമായ വീഴ്ചയാണെന്ന് BBC ചെയർമാൻ സമീർ ഷാ നേരത്തെ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് നവംബറിൽ തന്നെ BBC-യുടെ ഡയറക്ടർ ജനറലും അതുപോലെ അവരുടെ വാർത്താ വിഭാഗം മേധാവിയും രാജിവെക്കുകയും ചെയ്തു. BBC-യെ സംബന്ധിച്ച് ഈ കുറ്റം സമ്മതിച്ച നിലയിൽ ഇത് വലിയൊരു പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. SKN. ഓക്കെ, താങ്ക് യു മധു കൊട്ടാരക്കര. എന്തായാലും ഈ കേസിൽ BBC-യുടെ ഈ ഡോക്യുമെന്ററിയിൽ അപകടം പറ്റിയെന്നുള്ള രീതിയിൽ ചില പ്രഖ്യാപനങ്ങളൊക്കെ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മാനനഷ്ട കേസ് കോടതി നിലനിൽക്കാനും സാധ്യതയുണ്ട് എന്നാണ് നിരീക്ഷകർ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.